ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാർബി കേക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ബാർബി കേക്കിൻ്റെ മോൾഡോ ഓവണോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ കേക്ക് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അത്രയും സിമ്പിളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കേക്ക് വീഡിയോയിലൊക്കെ സ്പോഞ്ച് കേക്ക് ഓൾറെഡി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഞാനൊരു ലച്ചസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെടുത്ത സെയിം സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലും വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 സ്പോഞ്ച് കേക്ക് എടുക്കാം. ഇനി ഞാനിവിടെ ഒരു കേക്ക് വെക്കാനുള്ള ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ അല്പം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. കേക്ക് ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കേക്ക് ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കേക്ക് 2 പീസാക്കിയിട്ട് അപ്പം അതിൽ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ നനച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലേ കേക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വിപ്പിംഗ് പൗഡറിൽ നിന്നൊക്കെ നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഫ്ലഫി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി നോക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് അടുത്ത പീസ് വെച്ച് കൊടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള 2 പീസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇപ്പം തന്നെ തേച്ച് കൊടുക്കണം എന്നില്ല. ലാസ്റ്റ് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തേച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം തന്നെ ആദ്യം തന്നെ അതും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്ര ഉയരത്തിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. അത്യാവശ്യം നല്ല ഉയരം വേണം, എങ്കിലേ നല്ല കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇത് ബാർബിയുടെ ഉടുപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മുകൾ ഭാഗം കുറച്ചധികം വലിപ്പത്തിലും താഴോട്ട് വരുമ്പം കുറച്ചിങ്ങനെ കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന കത്തി ഉണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ കത്തി തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കയ്യിൽ നിന്ന് അത്രയും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ കുറച്ചും കൂടി ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇതിലോട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ കയ്യിൽ ബാർബിയുടെ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആ മോൾഡിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മോൾഡ് ഇല്ലാത്തവർക്കാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ഒന്ന് അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ബാർബി കുത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അല്പം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിൽ കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സെറ്റായിട്ട് എടുത്തിട്ട് ഒന്നിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള പിങ്ക് കളറിലും ഒന്നിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഏത് കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഞാനിവിടെ അല്പം ഗ്രീൻ കളറും എടുക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഞാനിതാ ഇതേപോലെ 2 വിപ്പിംഗ് ക്രീമിലും കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം കളർ തന്നെ എടുത്തിട്ട് അല്പം കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ ലൈറ്റ് കളറിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കേക്കിലോട്ട് ബാർബി കുത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് സാധാരണ ഇതിലോട്ട് ഉപയോഗിക്കുന്ന ബാർബി തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്ന. അല്ലെങ്കിൽ ഇതേപോലത്തെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാർബി എടുത്തിട്ട് അതിൻ്റെ കാൽഭാഗം ജസ്റ്റ് ഒന്ന് ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടോ ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. അരഭാഗം വരെ ഇതേപോലെ ഒന്ന് ഇറക്കിയിട്ട് കുത്തി വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാർ നോസിലാണ് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം.
ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബാർബി കേക്കാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഐസിങ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി സ്റ്റാർ നോസിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ 4 ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയ നോസിൽ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ നമ്മൾ ലൈറ്റ് കളറിൽ ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒരു ലൈനാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ആ ലൈനിൻ്റെ മുകളിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഗ്രീൻ കളർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ബാർബി ഇറക്കി വെച്ചിരുന്ന ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം. നമ്മളിനി എല്ലാ ഭാഗത്തും ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് നോസിൽ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ബാർബിയുടെ ഡ്രസ്സിൻ്റെ കൈ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സെയിം കളർ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം തന്നെ നോസിൽ മാറ്റിയിട്ട് ആ ഭാഗം കൂടി ഒന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ബാർബിക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതാ മുകളിൽ ചെറിയൊരു കൈയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ സെയിം സ്റ്റാർ നോസിലിട്ടിട്ട് സെയിം കളർ വിപ്പിംഗ് ക്രീം തന്നെ ഒന്നുകൂടി ഒന്ന് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗത്തൊക്കെ ഞാനിവിടെ ഒരു ഗ്രീൻ കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ ഏറ്റവും ചെറിയ നോസിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഡോട്ട് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റാർ നോസിലിൻ്റെ ചെറുതുണ്ടെങ്കിൽ അതെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ നോസിലെടുത്തിട്ട് ചെറിയ ഡോട്ടായിട്ട് വെച്ച് കൊടുത്തേക്കാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ നമ്മൾ താഴെ നേരത്തെ ലൈറ്റ് പിങ്ക് കളർ കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലും കൂടി ഞാനിവിടെ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഏറ്റവും താഴെയും ഞാനിവിടെ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ ബാർബി കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഓവണൊന്നും ആവശ്യമില്ല. അതേപോലെ കേക്ക് ഉണ്ടാക്കുന്ന ബാർബി കേക്കിൻ്റെ മോൾഡ് ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അത്രയും സിമ്പിളാണിത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നത് കാണിക്കാത്തത് ഞാൻ എൻ്റെ മോളെ 2ാമത്തെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് കാണിക്കാത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് വേറെ വേറെ കളർ കോമ്പിനേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്താൽ മതി. അതേപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ. താങ്ക്